പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ കുറച്ച് ലക്കങ്ങളിലായിട്ട് നമ്മൾ ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിലെ ഡെലിഗേഷൻ, അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ, ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥന് തൻ്റെ അധികാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡെലിഗേഷൻ അതായത് അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന ടേമുമായി വളരെയധികം സാമ്യതയുള്ളതും എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായതുമായൊരു പദമാണ് ഡിസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം. തൊട്ടുമുമ്പ് പറഞ്ഞാൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കൽ ഡെലിഗേഷൻ, ഡിസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം. ഈ ഡിസെൻട്രലൈസേഷൻ എന്താണെന്നും അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും അതിൻ്റെ ഇമ്പോർട്ടൻസും, ഈ ഡിസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അതിൻ്റെ നേർവിപരീതമാണ് സെൻട്രലൈസേഷൻ, അധികാര കേന്ദ്രീകരണം. ഇതെന്താണെന്നുമാണ് ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഡിസെൻട്രലൈസേഷൻ മീൻസ് വികേന്ദ്രീകരണം, അധികാര വികേന്ദ്രീകരണം. Decentralization refers to delegation of authority throughout all the levels of the organization. അതായത് ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ താഴ്ന്ന തലങ്ങളിലേക്ക് അധികാരം ചിട്ടയനുസരിച്ച് വിതരണം ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ഡിസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതായത് അതോറിറ്റി, അധികാരത്തെ ഓർഗനൈസേഷൻ്റെ എല്ലാ തലങ്ങളിലേക്കും, ഓൾ ലെവൽസ്, എല്ലാ തലങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുക, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക, അതിന് പറയുന്ന പേരാണെന്ത്? ഡിസെൻട്രലൈസേഷൻ എന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സുപ്പീരിയർ അയാളുടെ സബോർഡിനേറ്റിന്, അയാളുടെ കീഴുദ്യോഗസ്ഥൻ, ഒരു മേലുദ്യോഗസ്ഥൻ അയാളുടെ തൊട്ട് താഴെയുള്ള കീഴുദ്യോഗസ്ഥന് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഡെലിഗേഷൻ. എന്നാൽ സുപ്പീരിയേഴ്സ്, ടോപ്പ് ലെവൽ മാനേജേഴ്സ് കീഴ്തലത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാ കീഴുദ്യോഗസ്ഥർക്കും കൂടെ അധികാരം വികേന്ദ്രീകരിച്ച് വിഭജിച്ച് കൊടുക്കുകയാണെങ്കിൽ അതാണെന്ത്? ഡിസെൻട്രലൈസേഷൻ. ഇനി ഡിസെൻട്രലൈസേഷൻ്റെ മറ്റൊരു മീനിങ്, ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എവരിതിങ് വിച്ച് ഗോസ് ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ സബോർഡിനേറ്റ്സ് റോൾ ഈസ് ഡിസെൻട്രലൈസേഷൻ. അതായത് എവരിതിങ്, എന്തൊരു കാര്യവും, വിച്ച് ഗോസ് ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സബോർഡിനേറ്റ്സ് റോൾസ്, അതായത് കീഴ് ജീവനക്കാരുടെ പ്രാധാന്യം, അവരുടെ പങ്ക് വർദ്ധിപ്പിക്കുന്ന, അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന എന്ത് കാര്യങ്ങളും അത് ഡിസെൻട്രലൈസേഷനാണ്. അതായത് കീഴ് ജീവനക്കാർക്ക്, സബോർഡിനേറ്റ്സിന് പരമാവധി അതോറിറ്റികളും അധികാരങ്ങളും ഡിസിഷൻ മേക്കിംഗ് പവറും, അത് തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളും എല്ലാം നൽകുന്നതിലൂടെ അവരുടെ പങ്ക്, അവരുടെ പ്രാധാന്യം വർദ്ധിക്കുകയാണ്, സ്ഥാപനത്തിൽ അവരുടെ റോള് വർദ്ധിക്കുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സബോർഡിനേറ്റ്സിൻ്റെ റോൾ ഇൻക്രീസ് ചെയ്യാനുള്ള നടപടികളുണ്ടോ ആ നടപടികൾക്കെല്ലാം എന്താണ്? ഡിസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്ന് പറയപ്പെടുന്നു. ഇൻ ഡിസെൻട്രലൈസേഷനിൽ, അധികാര വികേന്ദ്രീകരണത്തിൽ, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റീസ് ഷെയർഡ് വിത്ത് ലോവർ ലെവൽസ്, സ്ഥാപനത്തിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കീഴ്തലങ്ങളുമായി പങ്കുവെക്കപ്പെടുന്നു. ആൻഡ് അതോടൊപ്പം തന്നെ ഈസ് കോൺസിക്വൻ്റ്ലി പ്ലേസ്ഡ് നിയറസ്റ്റ് ടു ദി പോയിൻ്റ് ഓഫ് ആക്ഷൻ, ഈ തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങൾ പ്ലേസ് ചെയ്യുന്നു, നൽകപ്പെടുന്നു നിയറസ്റ്റ് ടു ദി പോയിൻ്റ് ഓഫ് ആക്ഷൻ. അതായത് ഏതൊരു പ്രവൃത്തിയും എവിടെ വെച്ചാണോ നടത്തപ്പെടുന്നത് ആ സ്ഥലത്ത് തന്നെ തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങൾ നൽകപ്പെടുന്നു. നിയറസ്റ്റ് ടു പോയിൻ്റ് ഓഫ് ആക്ഷൻ, എവിടെയാണോ ആക്ടിവിറ്റി നടക്കുന്നത് ആ പോയിന്റിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം താഴെ തലങ്ങളിലേക്ക് നൽകപ്പെടുന്നു. അതാണ് ഡിസെൻട്രലൈസേഷൻ. ഇനി ഡിസെൻട്രലൈസേഷൻ എന്ന പദത്തിന് ഒരു മാനേജ്മെൻറ്റ് തിങ്കറായ ലൂയിസ് അലൻ നൽകുന്ന ഡെഫിനിഷൻ നോക്കാം. ഡിസെൻട്രലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് എഫേർട്ട്, ഒരു സിസ്റ്റമാറ്റിക്കായ, അതായത് ചിട്ടയോടുകൂടിയ എഫേർട്ടാണ്, ശ്രമമാണ്. ടു ഡെലിഗേറ്റ് ടു ദി ലോവസ്റ്റ് ലെവൽ ഓൾ അതോറിറ്റി, അതായത് താഴെ തലങ്ങളിലേക്ക്, കീഴ്തലങ്ങളിലേക്ക് എല്ലാ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള, കൈമാറുന്നതിനുള്ള ഒരു സിസ്റ്റമാറ്റിക്, ചിട്ടയായ ശ്രമമാണ് ഡിസെൻട്രലൈസേഷൻ. ഇനി എല്ലാ അധികാരങ്ങളും പറഞ്ഞു, ഓൾ അതോറിറ്റി എന്ന് പറഞ്ഞു, എക്സെപ്റ്റ്, ഒഴികെ, എല്ലാ അധികാരത്തിലും കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ദാറ്റ് വിച്ച് ക്യാൻ ബി എക്സസൈസ്ഡ് അറ്റ് സെൻട്രൽ പോയിൻറ്റ്സ്, അതായത് ടോപ്പ് ലെവലുകളിൽ, അതല്ലെങ്കിൽ കേന്ദ്രസ്ഥാനങ്ങളിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ടതായ അധികാരങ്ങൾ ഒഴികെ.
അപ്പോൾ കേന്ദ്ര ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് കൈകാര്യം ചെയ്യേണ്ടതായ സ്ട്രാറ്റജിക്കലായ ഇമ്പോർട്ടൻ്റായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊഴികെ ബാക്കി കാര്യങ്ങളെല്ലാം അധികാരങ്ങളെല്ലാം കീഴ്തലങ്ങളിലേക്ക് അനുവദിച്ചു കൊടുക്കപ്പെടുന്ന ആ ചിട്ടയായ എഫേർട്ടിന് പറയുന്ന പേരാണ് ഡിസെൻട്രലൈസേഷൻ. ഡിസെൻട്രലൈസേഷനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ സെൻട്രലൈസേഷനും കൂടെ നമ്മൾ ചർച്ച ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സെൻട്രലൈസേഷൻ്റെ മീനിങ് കൂടെ നമുക്കൊന്ന് നോക്കാം. ഡിസെൻട്രലൈസേഷൻ്റെ നേർ വിപരീതമാണ് സെൻട്രലൈസേഷൻ. താഴെ തലങ്ങളിലേക്ക് അധികാരങ്ങളെല്ലാം വിഭജിച്ച് വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നതാണ് ഡിസെൻട്രലൈസേഷൻ എങ്കിൽ, താഴെ തലങ്ങളിലേക്ക് അധികാരങ്ങളൊന്നും നൽകാതെ ടോപ്പ് ലെവലുകളിൽ മാത്രം അധികാരം തീരുമാനമെടുക്കാനുള്ള പവറും അതോറിറ്റിയും കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം, അധികാര കേന്ദ്രീകരണം എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ മീനിങ്സ് നോക്കാം. സെൻട്രലൈസേഷൻ റിഫേഴ്സ് ടു ദി റിട്ടൻഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് സെൻട്രലൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം, ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഉന്നതതല മാനേജ്മെൻറ്റുകളിൽ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റുകളിൽ മാത്രം നിലനിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക, റീറ്റൻഷൻ ചെയ്യുക, നിലനിർത്തുകയാണെങ്കിൽ, തടഞ്ഞു വെക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെൻട്രലൈസേഷൻ, കേന്ദ്രീകരണം. ഇൻ അതർ വേർഡ്സ്, മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ഗോസ് ടു റെഡ്യൂസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സബോർഡിനേറ്റ്സ് റോൾ ഈസ് കോൾഡ് ആസ് സെൻട്രലൈസേഷൻ. അതായത് കീഴ്തല ജീവനക്കാരുടെ, കീഴ് ജീവനക്കാരുടെ റോള്, പ്രാധാന്യം കുറയ്ക്കുകയാണെങ്കിൽ, അവർക്ക് അധികാരങ്ങളൊന്നും നൽകുന്നില്ല, അവർക്ക് തീരുമാനമെടുക്കാനുള്ള പങ്കാളിത്തം നൽകുന്നില്ല എങ്കിൽ, അവരുടെ റോൾ കുറയുകയാണെങ്കിൽ, ഇമ്പോർട്ടൻസ് കുറയുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണിത് സെൻട്രലൈസേഷൻ. അതായത് ഇവിടെ പ്രാധാന്യം റോൾ മുഴുവൻ ആർക്കാണ്? ഉന്നതതല മാനേജർമാർക്കാണ്. അധികാരം മുഴുവൻ അവിടെ കേന്ദ്രീകരിക്കുന്നു. അതാണ് സെൻട്രലൈസേഷൻ. സബോർഡിനേറ്റ്സിൻ്റെ റോൾ കുറയുന്നു. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ റോൾ കൂടുകയാണെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ, സബോർഡിനേറ്റ്സിൻ്റെ റോൾ കുറയുകയാണെങ്കിൽ അത് സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ഇങ്ങനെ ഇത്തരം സെൻറ്റൻസുകൾ തന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. അതോടാണ് ഒന്ന് രണ്ട് അതുമായി ബന്ധപ്പെട്ട സാധാരണ പരീക്ഷയ്ക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ചില സെൻറ്റൻസുകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് റിസർവേഷൻ ഓഫ് അതോറിറ്റി അറ്റ് സെൻട്രൽ പോയിൻറ്റ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് സെൻട്രലൈസേഷൻ. അതായത് സിസ്റ്റമാറ്റിക് റിസർവേഷൻ ഓഫ് അതോറിറ്റി, അധികാരത്തെ വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായ രീതിയിൽ എന്ത് ചെയ്യുക? റിസർവ് ചെയ്തിരിക്കുക, സൂക്ഷിച്ചു വച്ചിരിക്കുക അല്ലെങ്കിൽ നിലനിർത്തുക. അറ്റ് സെൻട്രൽ പോയിൻറ്റ്സ്, കേന്ദ്ര സ്ഥാനങ്ങളിൽ, ടോപ്പ് ലെവലുകളിൽ, വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളൊക്കെ കേന്ദ്ര സ്ഥാനങ്ങൾ, കേന്ദ്ര പൊസിഷനുകളിൽ, ടോപ്പ് ലെവലുകളിൽ റിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? സെൻട്രലൈസേഷനാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ്, ഇതുകൊണ്ട് സെൻട്രലൈസേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് എ മെജോറിറ്റി ഓഫ് ഡിസിഷൻസ്, മിക്ക തീരുമാനങ്ങളും റിഗാർഡിംഗ് ദ വർക്ക്, ജോലികളുമായി ബന്ധപ്പെട്ടത്, മെയ്ഡ് നോട്ട് ബൈ ദോസ് ഡൂയിങ് ദ വർക്ക്, ആ വർക്ക് ചെയ്യുന്നത് ആരാണോ അവരല്ല, അറ്റ് ദി പോയിൻ്റ് ഓഫ് വർക്കിൻ്റെ പോയിൻ്റ് ഓഫ് വർക്കിലല്ല ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ബട്ട് അറ്റ് പോയിൻറ്റ് ഹയർ അപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ, സ്ഥാപനത്തിലെ ഉന്നത തലങ്ങളിലാണ്, ഉന്നത പോയിൻറ്റുകളിൽ, ഉന്നത സ്ഥാനങ്ങളിലാണ് തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഡിസെൻട്രലൈസേഷനിൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് വർക്ക്, പോയിൻ്റ് ഓഫ് ആക്ഷൻ, എവിടെയാണോ വർക്ക് നടക്കുന്നത് അവിടെയാണ് തീരുമാനം എടുക്കുന്നത്. എന്നാൽ സെൻട്രലൈസേഷനിൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് വർക്കിലല്ല, തീരുമാനങ്ങൾ നടക്കുന്ന പോയിന്റിലല്ല, ഹയർ അറ്റ് ദി പോയിൻ്റ് ഓഫ് വർക്ക്, വർക്ക് നടക്കുന്നതിൻ്റെ ഉന്നത തലങ്ങളിലാണ് അത് തീരുമാനങ്ങളെല്ലാം എടുക്കപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് വികേന്ദ്രീകരണത്തിൻ്റെ, ഡിസെൻട്രലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസെൻട്രലൈസേഷൻ ഓർ മെറിറ്റ്സ്, അഡ്വാൻറ്റേജസ്, യൂസസ്, എക്സെട്ര, ഇതെന്തും പറയാം. ഡിസെൻട്രലൈസേഷൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഉപകാരങ്ങൾ എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, പ്രാധാന്യം എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഡെവലപ്സ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്. അതായത് കീഴ് ജീവനക്കാർക്കിടയിൽ മുൻകൈ എടുക്കാനുള്ള കഴിവ് വികസിപ്പിക്കുന്നു. ബിക്കോസ് ഇറ്റ് പ്രൊമോട്ട്സ് സെൽഫ് റിലയൻസ് ആൻഡ് കോൺഫിഡൻസ് എമംഗ് സബോർഡിനേറ്റ്സ്. കീഴ് ജീവനക്കാർക്കിടയിൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, അധികാരം അവർക്കെല്ലാം കിട്ടുന്നതിലൂടെ ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒരു സ്വയം പര്യാപ്തതയൊക്കെ അവർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അതിലൂടെ അവരിൽ എന്താണ്, ഇനീഷ്യേറ്റീവ്നെസ് ഉണ്ടായിത്തീരുന്നു. സെക്കൻഡ് വൺ, ഡെവലപ്സ് മാനേജീരിയൽ ടാലൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഫ്യൂച്ചറിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി മാനേജീരിയൽ ടാലൻറ്റുകൾ, പ്രതിഭകളെ വികസിപ്പിക്കുന്നു. അതായത്
Decentralization gives subordinates a chance to prove their abilities in management skills. അതായത് അധികാര വികേന്ദ്രീകരണത്തിലൂടെ ലഭ്യമാവുന്ന അധികാരം ഉപയോഗിച്ച് മാനേജ്മെൻറ്റ് കഴിവുകളെല്ലാം പ്രകടിപ്പിക്കുവാനും അത് ഇംപ്രൂവ് ചെയ്യാനും സബോർഡിനേറ്റ്സിനെ സഹായിക്കുന്നു. അതിലൂടെ ഫ്യൂച്ചറിലേക്കുള്ള മാനേജീരിയൽ ടാലൻറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്നു. തേർഡ് വൺ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്നുള്ള തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ എളുപ്പം സാധ്യമാകുന്നു. കാരണം ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ലെവൽസ് വിച്ച് ആർ നിയറസ്റ്റ് ടു ദി പോയിൻറ്റ്സ് ഓഫ് ആക്ഷൻ. അതായത് പോയിൻ്റ് ഓഫ് ആക്ഷൻ, തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ ആ വ്യക്തികളിൽ തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരവും നൽകപ്പെടുന്നു. ആൻഡ് അപ്രൂവൽ ഫ്രം മെനി ലെവൽസ് ആർ നോട്ട് നീഡഡ്. അതുപോലെ തന്നെ തീരുമാനങ്ങൾക്കുള്ള അംഗീകാരം ഉന്നത തലങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലോ മറ്റു തലങ്ങളിൽ നിന്നോ ആവശ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങും ആക്ഷനും ഇംപ്ലിമെൻറ്റേഷനും എളുപ്പം പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കുന്നു. ഫോർത്ത് വൺ, റിലീഫ് ടു ടോപ്പ് മാനേജ്മെൻറ്റ്. അതായത് ഉന്നതതല മാനേജ്മെൻറ്റിൽ ജോലിഭാരം ലഘൂകരിക്കുന്നു. അവർക്കൊരു റിലീഫ് കിട്ടുന്നു, ജോലിഭാരം ലഘൂകരിക്കപ്പെടുന്നു. ബിക്കോസ് ഓപ്പറേഷണൽ ഡിസിഷൻസ് ആർ ടേക്കൺ അറ്റ് ലോവർ ലെവൽസ്. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ദൈനംദിന സാധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെല്ലാം എടുത്ത് നടപ്പിലാക്കുന്നത് കീഴ്ത്തലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കായ നയപരമായ പോളിസി റിലേറ്റഡായ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. ഫിഫ്ത്ത് വൺ, ഫെസിലിറ്റേറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും സൗകര്യമൊരുക്കുന്നു, അതിനെ സഹായിക്കുന്നു. സിക്സ്ത് വൺ, ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്രോഫിറ്റ്സ്. അതായത് സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയും പ്രോഫിറ്റും വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകളെല്ലാം, അതായത് ഡിസെൻട്രലൈസേഷൻ്റെ ഫലമായി സബോർഡിനേറ്റ്സ് കീഴ് ജീവനക്കാർക്കിടയിൽ ഇനീഷ്യേറ്റീവ്നെസ് വർദ്ധിക്കുന്നു, മാനേജറിയൽ ടാലൻറ്റും എല്ലാം വർദ്ധിക്കുന്നു, സ്കിൽ ആൻഡ് എബിലിറ്റീസ് ഡെവലപ്ഡ് ആവുന്നു, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കുന്നു, തീരുമാനമെല്ലാം പെട്ടെന്ന് എടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നു, ടോപ്പ് മാനേജ്മെൻറ്റിന് അവരുടേതായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങളാലെല്ലാം സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനവും പ്രൊഡക്ടിവിറ്റിയും പ്രോഫിറ്റും എല്ലാം അഭിവൃദ്ധിപ്പെടുന്നു, വർദ്ധിക്കുന്നു. ആൻഡ് സെവൻത് വൺ, ഏഴാമത്തെ പോയിൻറ്റ്, ബെറ്റർ കൺട്രോൾ. അതായത് കൂടുതൽ മികച്ച നിയന്ത്രണ സംവിധാനങ്ങൾ സാധ്യമാകുന്നു. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇവാലുവേറ്റ് ഈച്ച് ലെവൽ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ദെയർ റിസൾട്ട്സ്. അതായത് കീഴ്ത്തലങ്ങളിലേക്ക് ഓരോ അധികാരങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന റിസൾട്ട് അവരുമായി തന്നെ തട്ടിച്ച് നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റുന്നു. അതായത് നിലവാരങ്ങൾ നിശ്ചയിക്കാൻ പറ്റുന്നു, റിസൾട്ടുകൾ അനാലിസിസ് ചെയ്യാൻ പറ്റുന്നു, പ്രവർത്തനം വിലയിരുത്താൻ പറ്റുന്നു, പാളിച്ചകൾ തിരുത്താൻ നടപടിയെടുക്കുവാനും സാധ്യമാവുന്നു. അപ്പോൾ അറ്റ് പോയിൻ്റ് ഓഫ് ആക്ഷൻ ഓരോ പ്രവർത്തനവും നടക്കുന്ന ആ പോയിന്റുകളിൽ തന്നെ നമുക്കെന്താണ് ഇവാലുവേഷനും അനാലിസിസും കറക്റ്റീവ് ആക്ഷൻസും എടുക്കാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് കൺട്രോളിംഗ് വളരെ മികച്ചതായി മാറുന്നു എന്നർത്ഥം. ഇനി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സെൻട്രലൈസേഷൻ ഡിസെൻട്രലൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സെൻട്രലൈസേഷൻ ആണോ ഡിസെൻട്രലൈസേഷൻ ആണോ ഏറ്റവും നല്ലത്, സെൻട്രലൈസേഷൻ ഓർ ഡിസെൻട്രലൈസേഷൻ വിച്ച് ഈസ് ബെറ്റർ ടു ആൻ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമുക്ക് ഇനി അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.